ഹിന്ദു വിശ്വാസമനുസരിച്ച് മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു കുരുക്ഷേത്ര യുദ്ധം. 18 ദിവസങ്ങൾ നീണ്ടുനിന്ന ആ മഹായുദ്ധത്തിൽ വീര്യവും ശൗര്യവും ചോരയും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിലെ ചില പ്രധാനപ്പെട്ട യോദ്ധാക്കളുടെ അന്ത്യം എപ്രകാരമായിരുന്നു എന്ന് പരിശോധിക്കാം. അഭിമന്യു. പാണ്ഡവ പടയുടെ കുന്തമുനയായിരുന്നു അർജുനപുത്രനായ അഭിമന്യു. യുദ്ധത്തിന്റെ 18-ാം ദിവസം കൗരവ സൈന്യം അതിബൃഹത്തായ ചക്രവ്യൂഹം നിർമ്മിച്ചു. ചക്രവ്യൂഹം തകർക്കാൻ സാമർഥ്യമുള്ള അർജുനൻ ആ സമയത്ത് യുദ്ധഭൂമിയുടെ മറ്റൊരു കോണിലായിരുന്നു. അങ്ങനെ പാണ്ഡവ സൈന്യത്തിന്റെ രക്ഷയ്ക്കായി അഭിമന്യു മുന്നോട്ട് വന്നു. അഭിമന്യു ചക്രവ്യൂഹത്തെ തകർത്ത് തരിപ്പണമാക്കി. പക്ഷേ ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമേ അഭിമന്യുവിന് വശമുള്ളൂ. അതിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സാമർഥ്യം അദ്ദേഹത്തിനില്ല. ചക്രവ്യൂഹത്തിനകത്ത് കുടുങ്ങിപ്പോയ അദ്ദേഹത്തെ കൗരവ സൈന്യം കൂട്ടത്തോടെ ആക്രമിച്ചു. ഒടുവിൽ ദുശാസനപുത്രന്റെ അടിയേറ്റ് അഭിമന്യു വീരചരമം പ്രാപിച്ചു. ദ്രോണാചാര്യർ. പാണ്ഡവരെയും കൗരവരെയും യുദ്ധമുറകൾ അഭ്യസിപ്പിച്ച മഹാഗുരു ദ്രോണർക്ക് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവർക്കൊപ്പം ചേരാനായിരുന്നു നിയോഗം. യുദ്ധക്കളത്തിൽ ഇന്ദ്രചന്ദ്രന്മാർക്ക് പോലും തോൽപ്പിക്കാൻ സാധിക്കാത്ത ദ്രോണരുടെ മുന്നിൽ പാണ്ഡവ സൈന്യം മുട്ടുകുത്തി. ഭീഷ്മരുടെ പതനത്തിന് ശേഷം കൗരവ സൈന്യത്തെ നയിച്ചത് ദ്രോണരായിരുന്നു. യുദ്ധത്തിന്റെ 15-ാം ദിവസം ദ്രോണാചാര്യരെ വീഴ്ത്താൻ ശക്തിയല്ല, ബുദ്ധിയാണ് വേണ്ടതെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കി. ഗുരു ദ്രോണർ ആയുധം താഴെ വയ്ക്കണമെങ്കിൽ പ്രിയപുത്രൻ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഗുരുവിനെ ധരിപ്പിക്കണം. ഉടൻ തന്നെ ഭീമസേനൻ അശ്വത്ഥാമാവ് എന്നു പേരുള്ള ഒരു ആനയെ തന്റെ ഗദ കൊണ്ട് അടിച്ചു വീഴ്ത്തി. ശേഷം ഭീമസേനൻ ദ്രോണരോട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു. ദ്രോണർ വിശ്വസിച്ചില്ല. ഗുരു യുധിഷ്ഠിരനോട് ഇത് സത്യമാണോ എന്ന് ചോദിച്ചു. എന്നാൽ ശ്രീകൃഷ്ണൻ ഇതിനകം തന്നെ യുധിഷ്ഠിരനോട് ഗുരു ദ്രോണരെ വധിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ആയതിനാൽ ദ്രോണർക്ക് മറുപടിയായി യുധിഷ്ഠിരൻ ഇപ്രകാരം പറഞ്ഞു: അശ്വത്ഥാമ ഹത കുഞ്ചരഹ. എന്നാൽ ആന എന്നർത്ഥം വരുന്ന കുഞ്ചരഹ എന്ന വാക്ക് യുധിഷ്ഠിരൻ ശബ്ദമൽപ്പം താഴ്ത്തിയാണ് പറഞ്ഞത്. യുധിഷ്ഠിരന്റെ മറുപടി കേട്ടയുടൻ ഗുരു ദ്രോണർ ആയുധം താഴെ വെച്ച് യുദ്ധഭൂമിയിലിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരുടെ ശിരസറുത്തു. ഭീഷ്മർ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ഏറ്റവും ശക്തനായ യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ: മഹാനായ ഭീഷ്മർ. ഇച്ഛാമൃത്യു എന്ന വരം പ്രാപ്തമാക്കിയ മഹായോദ്ധാവായിരുന്നു ഭീഷ്മർ. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവ സൈന്യത്തെ ആദ്യത്തെ 10 ദിനങ്ങൾ നയിച്ചത് ഭീഷ്മറായിരുന്നു. യുദ്ധഭൂമിയിൽ ഭീഷ്മർ സംഹാര താണ്ഡവമാടി. ആയുധമെടുക്കില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ശ്രീകൃഷ്ണൻ പോലും ഭീഷ്മരെ കൊല്ലാനായി രഥചക്രം കയ്യിലെടുത്തു. തീർന്നില്ല. തന്നെ വധിക്കാനുള്ള ഉപായം ശത്രു സൈന്യത്തിന് ഉപദേശിച്ച മഹായോദ്ധാവാണ് മഹാത്മനായ ഭീഷ്മർ. യുദ്ധത്തിന്റെ 9-ാം ദിവസം രാത്രി ഒരു ശിഖണ്ഡിയുടെ മുമ്പിൽ ഞാൻ ആയുധമെടുക്കില്ല, ആ സമയത്ത് നിങ്ങൾ എന്നെ വീഴ്ത്തണമെന്ന് ഭീഷ്മർ യുധിഷ്ഠിരനോട് ആവശ്യപ്പെട്ടു. യുദ്ധത്തിന്റെ 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ നേരിട്ട പാണ്ഡവർ ഭീഷ്മർ ആയുധം താഴെ വെച്ച തക്കം നോക്കി അദ്ദേഹത്തെ വീഴ്ത്തി. ശേഷം അർജുനൻ ശരങ്ങൾ കൊണ്ട് തീർത്ത ശൈലിയിൽ ഭീഷ്മരെ കിടത്തി. ദുര്യോധനൻ. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ദുര്യോധനൻ. യുദ്ധത്തിന്റെ അവസാന ദിവസമാണ് ദുര്യോധനൻ മരണപ്പെടുന്നത്. കൗരവ സൈന്യത്തിലെ പ്രധാനപ്പെട്ട യോദ്ധാക്കളെല്ലാം മരിച്ചതിനു ശേഷം ദുര്യോധനൻ ഒറ്റപ്പെട്ടു. ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിൽ നിന്നും രക്ഷ നേടാനായി വനത്തിന് നടുവിലുള്ള ഒരു തടാകത്തിൽ ഒളിച്ചു. ദുര്യോധനനെ പിന്തുടർന്നെത്തിയ പാണ്ഡവർ അദ്ദേഹത്തെ ഭീമസേനനുമായി മല്ലയുദ്ധം നടത്താൻ വെല്ലുവിളിച്ചു. ദുര്യോധനൻ തടാകത്തിൽ നിന്നും പുറത്തു വന്നു. ദുര്യോധനനും ഭീമനും തമ്മിൽ മല്ലയുദ്ധം ആരംഭിച്ചു. ഇരുവരും മികച്ച ഗദാധാരികളായിരുന്നു. മല്ലയുദ്ധത്തിനിടയിൽ ഭീമസേനൻ ദുര്യോധനന്റെ തുടയിൽ ഗദ കൊണ്ട് ശക്തമായി പ്രഹരിച്ചു. അത് ഗദായുദ്ധത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഭീമന്റെ പ്രഹരം മൂലം ദുര്യോധനന് മാരകമായി പരിക്കേറ്റു. പരിക്കുകളോടെ വനത്തിന് നടുവിൽ കിടന്ന ദുര്യോധനൻ അന്നേ ദിവസം രാത്രി മരണപ്പെട്ടു. കർണൻ. ഭീഷ്മരുടെ പതനത്തിന് ശേഷമാണ് സൂര്യപുത്രൻ കർണൻ യുദ്ധഭൂമിയിലെത്തുന്നത്. ദ്രോണരുടെ നിര്യാണത്തിന് ശേഷം കൗരവരുടെ സർവ്വസൈന്യാധിപനായി നിയമിതനായത് കർണനായിരുന്നു. കർണന്റെ അസാമാന്യ സാമർഥ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദുര്യോധനൻ കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറായത്. കർണന്റെ ജീവിത ലക്ഷ്യം അർജുനനെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു. യുദ്ധത്തിന്റെ 17-ാം ദിവസം കർണനും അർജുനനും നേർക്കുനേറേറ്റുമുട്ടി. അർജുനന്റെ നേർക്ക് കർണൻ നാഗാസ്ത്രം അയച്ചു. പക്ഷേ ശ്രീകൃഷ്ണന്റെ ഇടപെടൽ മൂലം അർജുനൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് കർണന്റെ രഥചക്രം യുദ്ധഭൂമിയിൽ താഴ്ന്നുപോയി. രഥചക്രം ഉയർത്താൻ വേണ്ടി കർണൻ ആയുധം ഉപേക്ഷിച്ച് യുദ്ധഭൂമിയിലിറങ്ങി. ആ സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു: പാർത്ത, ഇതാണ് ആ സമയം. ആയുധമേന്തിയ കർണനെ നിനക്കല്ല ആർക്കും വധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുക. അർജുനൻ രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ആഞ്ജലികാസ്ത്രം ഉപയോഗിച്ച് കർണന്റെ ശിരസ് അർജുനൻ ഛേദിച്ചു.